എന്തായാലും കോഴിക്കോട് വടകരയിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലായ അധ്യാപകരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. മരുതോങ്കര സ്വദേശി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ എന്നിവരാണ് പിടിയിലായത്. ഇവർക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ അധ്യാപകരാണ് രണ്ടുപേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും വളരെ ഞെട്ടിക്കുന്നതാണ്. പലയിടങ്ങളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ അധ്യാപകരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് കുട്ടികളെ നേരായ വഴിയിലേക്ക് നയിക്കേണ്ടവർ തന്നെ ഇത്തരത്തിലുള്ള ലഹരി കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ പിടിയിലാകുന്ന സാഹചര്യം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്ത്, കഴിഞ്ഞ ദിവസമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊരു അറസ്റ്റ് ഈ ലഹരി ഇടപാടുമായി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 2 അധ്യാപികമാരെ, ഈ കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള കീർത്തന, കാവ്യ തുടങ്ങിയ 2 അധ്യാപികമാരെയാണ് ഈ ഡാൻസ് ഓഫ് സംഘവും പോലീസും പിടികൂടിയിരുന്നത്. ഈ അധ്യാപികമാരെ ആദ്യഘട്ടത്തിൽ ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാളെ ഈ പോലീസ് പിടികൂടുന്നുണ്ടായിരുന്നു. ഇതിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം കീർത്തനയിലേക്ക് എത്തുന്നത്. കീർത്തനയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘം കാവ്യയിലേക്ക് 2 അധ്യാപകരിലേക്കും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2 പേരും റിമാൻഡിലാണ്. ഈ റിമാൻഡിലായിട്ടുള്ള കീർത്തന, കാവ്യ തുടങ്ങിയ 2 അധ്യാപകരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ ഇവർക്കായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. സാധാരണയൊക്കെ ഈ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പോലീസിന്റെയും ഒക്കെ ഒരു അന്വേഷണം ഈ ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നവരിലേക്ക്, അങ്ങനെ ആ കണ്ണി അവിടെ അവസാനിക്കുകയാണ് ചെയ്യാറ്. അതായത് ഈ ലഹരിയുടെ ഒരു കണ്ണി, ഒരു ചെയിനിലേക്ക് അന്വേഷണം പലപ്പോഴും എത്തുന്നത് നമ്മൾ കാണാറില്ല. ഇവിടെയാണ് ഈ ലഹരി ഉപയോഗിച്ച യുവാവിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക്, ഇവർക്ക് ആരാണ് ലഹരി എത്തിച്ചത് എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഈ 2 അധ്യാപകരെയും അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് ഏറെ നിർണായകമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഈ ലഹരി ഇടപാടുമായി അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇത്രയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 2 അധ്യാപകർ എങ്ങനെയാണ് ലഹരി മാഫിയയുടെ ഈ കാരിയർമാരാകുന്നത്, അവരുടെ കെണിയിലേക്ക് എങ്ങനെയാണ് പെടുത്തിയത്, എന്ത് പ്രലോഭനങ്ങളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്, ഇവരിലൂടെ ഈ വിദ്യാർത്ഥികളിലേക്ക് കൂടി ലഹരി ഇടപാടുകൾ എത്തിക്കാനായിരുന്നോ ഈ ലഹരി മാഫിയ ശ്രമിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം വേണമെങ്കിൽ ഈ 2 അധ്യാപകരെയും വിളിച്ച് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ അധ്യാപകർക്ക് മുകളിൽ ആരാണ് ഉണ്ടായിരുന്നത്, ഉന്നത ബന്ധങ്ങളുണ്ടോ, മറ്റ് കണ്ണികൾ ആരൊക്കെയാണ്? അങ്ങനെ വലിയൊരു ലഹരി മാഫിയ, ഈ ലഹരി മാഫിയയുടെ ഒരു ഇടപാട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഓക്കെ അനഘ, എന്തായാലും ഇവർക്ക് പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അധ്യാപകരാണ്, അവർ കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ്. പക്ഷെ അവർ ലഹരിക്കടത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് വീണ്ടും പ്രസക്തിയേറുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി വരാം.